ബ്രൈറ്റ് മീഡിയയുടെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സർക്കാർ 2017 ഉണ്ടായിരുന്ന BPL റേഷൻ കാർഡിന്റെ നിയമത്തിൽ മാറ്റം വരുത്താൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ BPL കാർഡിലേക്ക് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ജൂലൈ 17 വരെയാണ്. പക്ഷേ ഈ നിയമം പ്രാബല്യത്തിലായിട്ടില്ല. വളരെ വൈകാതെ തന്നെ അടുത്ത അപേക്ഷകൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതാണ്. BPL കാർഡിന് അപേക്ഷ വെക്കുമ്പോൾ APL റേഷൻ കാർഡാണ് നിലവിൽ നമുക്കുള്ളത്. അതായത് നീല വെള്ള റേഷൻ കാർഡ് ഏതുമായിക്കോട്ടെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മുടെ റേഷൻ കാർഡിൽ ആർക്കും തന്നെ സർക്കാർ ജോലി ഉണ്ടാവാൻ പാടില്ല, സർവീസ് പെൻഷൻ വാങ്ങുന്നവർ ആവാൻ പാടില്ല, ആദായ നികുതി അടയ്ക്കുന്നവർ ആവാൻ പാടില്ല. അതോടൊപ്പം തന്നെ മുൻപുണ്ടായിരുന്ന ഒരു പ്രധാന കാര്യമായിരുന്നു വീടിന്റെ വിസ്തീർണം. 1000 സ്ക്വയർ ഫീറ്റിൽ വിസ്തീർണമുള്ള വീടുകളാണെങ്കിൽ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള വീടുകൾ എങ്കിൽ നമുക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. 1000-ന് മുകളിൽ, അതായത് 1200, 1300 സ്ക്വയർ ഫീറ്റ് വരെ ഇളവുകൾ ലഭിച്ചേക്കാം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ്. ഇത് ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് കൃത്യമായിട്ട് പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിയമ നടപടികളാണ് സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്. വളരെ വൈകാതെ തന്നെ ഇതിന് അംഗീകാരം ലഭിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 1300 അല്ലെങ്കിൽ 1200 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്കും BPL റേഷൻ കാർഡിന് അപേക്ഷ വയ്ക്കാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വാഹനം. 4 ചക്ര വാഹനം വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു BPL റേഷൻ കാർഡിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 1000 cc എഞ്ചിൻ കപ്പാസിറ്റിയിൽ താഴെയുള്ള വാഹനങ്ങൾ വീട്ടിലുള്ളവർക്ക് ഇളവുകൾ ഉണ്ടായേക്കാം എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻപ് അപേക്ഷ വെക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ എല്ലാം കൂടി സ്ഥല വിസ്തൃതി 1 ഏക്കറിന് മുകളിൽ ആവാൻ പാടില്ലായിരുന്നു. എന്നാൽ പുതിയൊരു നിയമ ഭേദഗതി എന്തെന്ന് വെച്ചാൽ, ഉപയോഗശൂന്യമായ ഭൂമിയാണെങ്കിൽ 1 ഏക്കറിന് മുകളിൽ ഉണ്ട് എങ്കിലും ഇളവുകൾ ഉണ്ടാകാം. നിലവിൽ ഇപ്പോൾ പഴയ മാനദണ്ഡങ്ങൾ തന്നെയാണ് പിന്തുടരുന്നത്. എന്നാൽ വരുന്ന മാസങ്ങളിൽ സ്വീകരിക്കുന്ന അപേക്ഷകളിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്.